ഇതെൻ്റെ അടുത്തുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. ഇതൊരു 5-6 വർഷമായിട്ടുണ്ടാവും ഞാൻ വാങ്ങി വെച്ചിട്ട്. ഇതും വേറൊരു ക്രീം കളറുണ്ട്. അതാണ് ആദ്യമായിട്ട് ഓർക്കിഡ് ഞാൻ വാങ്ങി വെച്ചത്. ആദ്യം എനിക്കിത് വളർത്തുന്ന രീതിയൊന്നും തീരെ അറിയില്ലായിരുന്നു. പിന്നെ അത് യൂട്യൂബിലെല്ലാം നോക്കി പഠിച്ച് അതിന് വേണ്ട വളങ്ങളെല്ലാം കൊടുത്ത് അങ്ങനെ ഇത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ ഫ്ലവർ 2 മാസത്തോളം നിൽക്കും. അതുപോലെ തന്നെ ഇതിന് സീസണില്ല. വേനൽക്കാലവും മഴക്കാലവും ഒക്കെ ഫ്ലവർ തരുന്ന ഒരു ഓർക്കിഡാണിത്. നല്ല വലുപ്പമുള്ള നല്ല ഭംഗിയുള്ള ഓർക്കിഡാണ്. ഇതിന് ഞാൻ 19 പിന്നെ ഗ്രീൻ കെയർ 13, 27, 27 റേഷ്യോയിലുള്ള ഗ്രീൻ കെയറുമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാറ്. അത് ഫ്ലവറിങ്ങിന് ഏറ്റവും നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയ വേറൊരു കളറാണിത്. ഇതും എപ്പോഴും ഫ്ലവർ തരും. പിന്നെ പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ച കുറേ ഓർക്കിഡ്സ് ഉണ്ട്. ഇതിൻ്റെ മുകളിലും ഫ്ലവറെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ആട്ടിൻ കാഷ്ടം കിഴി കെട്ടിയിട്ട് ഇതിനെല്ലാം വെച്ച് കൊടുത്തിരുന്നു. അപ്പം പ്ലാന്റെല്ലാം നല്ല ഉഷാറായിട്ട് വന്ന് അങ്ങനെ നമുക്ക് ആട്ടിൻ കാഷ്ടമെല്ലാം നല്ല വളമാണ്. അത് നമ്മൾ ഒരു തുണിയിൽ കിഴി കെട്ടിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തുള്ള ഓർക്കിഡുകൾ. ഇനി ഇതെല്ലാം ഫ്ലവർ ചെയ്തിട്ട് ഒരു വീഡിയോ കൂടി ഇടാം.